നമസ്കാരം. മാസ്റ്റർ മൈൻഡിൻ്റെ ഇന്നത്തെ ക്ലാസ് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ആ പ്രീവിയസ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കുകയെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള ഭാഷയായ പദരൂപം ഏതെന്നാണ് ചോദ്യം. സ്റ്റാൻഡേർഡ് ലാംഗ്വേജിൻ്റെ മലയാള പരിഭാഷ മാനക ഭാഷ എന്നാണ്. സ്റ്റാൻഡേർഡ് ലാംഗ്വേജിൻ്റെ പരിഭാഷയുടെ മലയാളം പദം ഏതാണ്? മാനക ഭാഷ. ഇനി മാനക ഭാഷ തന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എന്ത് എഴുതാം? സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഒക്കെ നമ്മൾ സംഭാഷണ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് പറയും. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, വൃത്തിയുള്ള ഭാഷ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് അർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. നമ്മൾ കോൺവെർസേഷനിലൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജിൻ്റെ മലയാള പരിഭാഷ എന്ന് വെച്ചാൽ എന്താണ്? മാനക ഭാഷ എന്നാണ്. മാനക ഭാഷ എന്താണ്? സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് മാനക ഭാഷ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. അപ്പോൾ എന്താണ്? ഇൻ എന്ന ശബ്ദത്തിന്, ഇപ്പം പുല്ലിംഗ ശബ്ദത്തിൽ അവസാനിക്കുന്ന അത് ഇൻ എന്ന ശബ്ദമാണ്. ഇൻ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന പദങ്ങൾ പുല്ലിംഗമാണ് എന്നാണ് നമ്മൾ സ്കൂൾ നിയമം അനുസരിച്ച് സ്കൂൾ ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻ എന്ന ശബ്ദത്തിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അക്ഷരം നമുക്ക് അവിടെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇകാരം കൊടുക്കുമ്പോൾ നമുക്കതിനെ സ്ത്രീലിംഗ ശബ്ദമാക്കാം. ഇവിടെ പ്രേക്ഷകൻ, അപ്പം എങ്ങനെ എഴുതാം? പ്രേക്ഷക എന്ന് എഴുതാം. പ്രേക്ഷകൻ, പ്രേക്ഷക എന്നാണ്. അടുത്ത ചോദ്യം, താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താക്കോൽ. ആ താക്കോൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൂട്ട് തുറക്കാൻ അല്ലെങ്കിൽ വാതിൽ തുറക്കാനാണ്. അപ്പോൾ അത് എന്താണ് പ്രത്യേകത? അവസാനം ഒരു കോൽ, താക്കോൽ, കോൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കി. അതിനു മുൻപ് താ വരെയാണ് വന്നിരിക്കുന്നത്. താ, അത് കഴിഞ്ഞിട്ട് കോൽ എന്നാണ് വരുന്നത്. അതറിയാമല്ലോ. ഇപ്പൊ താ കോൽ ആയല്ലോ. പക്ഷെ ഇവിടെ എന്താണ് പ്രത്യേകത? താഴ് പ്ലസ് കോൽ എന്നാണ്. അവിടെ രായുണ്ട്, കാ ഇവിടെ ഇരട്ടിക്കുന്നതുമുണ്ട്. താഴ് ഉള്ള കോലാണ്. താഴ് പ്ലസ് കോലാണ് താക്കോൽ. ബാക്കിയൊന്നും ഇതിനകത്ത് വരുന്നതല്ല. താഴ് പ്ലസ് കോലാണ് താക്കോൽ ആയി മാറുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദരൂപം ഏതെന്നാണ് ചോദ്യം. പദരൂപം, ശരിയായ പദം, വാക്ക് ഏതെന്നാണ് ചോദ്യം. വിദ്യാർത്ഥി, 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 വിദ്യാർത്ഥി. ഇതെല്ലാം വിദ്യാർത്ഥിയാണ്. യഥാർത്ഥ ആൻസർ ഏതാണ്? വിദ്യാർത്ഥി. ഇപ്പോഴും ഇത് പഴയ പരീക്ഷയുടെ ചോദ്യമാണ് എങ്കിൽ തന്നെയും ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പരീക്ഷയുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിദ്യാർത്ഥിയെ തന്നെ ചോദിച്ചു. അവിടെ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. അപ്പൊ അതായത് കരം, ത ഇഥ ദ ഇധ ന, ഇതാണ് ത ഇഥ ദ ഇധ അറിയാമല്ലോ. ഇത് കരം, അധികരം, മൃദു, കോശം, അനുനാസികം. ഇങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഖരവും അധികരം കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടാമത് എഴുതിനകത്ത് എന്താണ്? അധികരം മാത്രമാക്കി മാറ്റി. അപ്പം ഖരവും അധികരം കൂടി വരുന്ന വാക്കുകൾക്ക് അധികരം മാത്രമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ മൃദുവും കോശം കൂടി വരുമ്പോൾ അവിടെ മൃദുവർണം സൈലന്റ് ആയിരിക്കും. അതുപോലെ കോശവർണം, അതായത് നാലാമത്തെ അക്ഷരത്തിനായിരിക്കും എന്തേ ഫോഴ്സ് കൂടുതൽ കൊടുത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ വിദ്യാർത്ഥി, ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥി ഇതാണ് ശരിയായിട്ട് ചോദിച്ചിരിക്കുന്നത്. പഴയ വിദ്യാർത്ഥി ഞാൻ പണ്ട് പഠിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇത് രണ്ടും ശരിയായിട്ടാണ് വരുന്നത്. ഖരവും അധികരം കൂടി വരുമ്പോൾ അധികരം മാത്രമാക്കി എഴുതുകയും മൃദു കോശം കൂടി വരുമ്പോൾ കോശമായിട്ട് മാത്രം എഴുതുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ രീതി വന്നിരിക്കുന്നത്. എല്ലാ പദങ്ങൾക്കും അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് എല്ലാ പദങ്ങൾക്കും അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അർത്ഥ വ്യത്യാസം വരുത്താത്ത രീതിയിൽ വേണം എഴുതാന്. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. അവിടെ ഇവിടെ അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്നു പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ആ ഒരു സെന്റൻസ് നമുക്ക് ബാക്കി 3 വായിക്കുന്നതിന് മുൻപ് അവിടെ നോക്കിക്കേ, ആദ്യത്തെ ചോദ്യത്തിനകത്ത് വന്ന തെറ്റെന്തെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. അന്യരുടെ കുറ്റം പരസ്യമായി വെട്ടിത്തുറന്ന്, അത് രണ്ടും കൂടി പറയേണ്ട ആവശ്യമില്ല. പരസ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുക, എല്ലാവരോടും കൂടി വെട്ടിത്തുറ, എല്ലാ കാര്യങ്ങളും പറയുക. അപ്പൊ ഇവിടെ പരസ്യവും വെട്ടിത്തുറന്ന്, ഇതിൽ ഏതെങ്കിലും ഒരു പദം ഉപയോഗിച്ചാൽ മതി. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അങ്ങനെ വേണമെങ്കിൽ അത് ശരിയാക്കാമായിരുന്നു. അല്ലെങ്കിൽ അന്യരുടെ കുറ്റം വെട്ടിത്തുറന്ന് പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഇത് രണ്ട് രീതിയിലും ശരിയാണ്. അപ്പം ഇവിടെ 2 പദങ്ങൾ അടുപ്പിച്ച് വന്നതുകൊണ്ട് അവിടെ ശരിയാവുന്നില്ല. അടുത്തത്, അന്യരുടെ കുറ്റം പരസ്യമായി തുറന്നു പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. അവിടെ എന്താണ്? പരസ്യമായി തുറന്നു പറയുക,
പരസ്യം എന്ന് പറയുമ്പോൾ തന്നെ തുറന്നു പറയുക എന്നാണല്ലോ അർത്ഥം വരുന്നത്. അവിടെയും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു പദം മതി, രണ്ടും കൂടെ ഒന്നിച്ചു വേണ്ട. അടുത്തത്, അന്യരുടെ കുറ്റം വെട്ടിത്തുറന്നു പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ഇവിടെയും വെട്ടിത്തുറന്നു പരസ്യം, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു പദം ഉപയോഗിച്ചാൽ മതി. അടുത്ത ചോദ്യം നോക്കിക്കേ. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. പരസ്യം ഒറ്റ വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം, അതാണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പം ബഹുവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നിൽ കൂടുതലുള്ളവയെ ആണ് നമ്മൾ ബഹുവചനം എന്ന് പറയുന്നത്. ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതെന്താണ്? ഏകവചന രൂപമാണ്. ഒന്നിൽ കൂടുതലുള്ളവയാണ് എന്റെ ബഹുവചന രൂപം എന്ന് പറയുന്നത്. ഏകവചനത്തിന് പ്രത്യയമില്ല. ബഹുവചന പ്രത്യയമാണ് അറ്, മാർ, കൾ. അറ്, മാറ്, കള്ള് ഇവയാണ് ബഹുവചന പ്രത്യയം എന്ന് പറയുന്നത്. അപ്പൊ ഈ അർമാറുകൾ എന്ന പദം എവിടെ വന്നാലും അതെന്താണ്? ബഹുവചന രൂപമാണെന്ന് മനസ്സിലാക്കുക. താഴെ കൊടുത്തില്ലെങ്കിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. മാരാർ, അവർ, ധീരർ, ചിലർ. 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. മാരാർ അവിടെ നിൽക്കട്ടെ. അവർ, അവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതലുള്ളവരെയാണ് നമ്മൾ അവർ എന്ന് നമ്മൾ ചൂണ്ടിപ്പറയുന്ന അവര് എന്ന്. അവർ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ധീരർ, ധൈര്യമുള്ളവരെയാണ് നമ്മൾ ധീരർ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും അവിടെ. അടുത്ത ചിലർ, ചിലർ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേരുള്ളതിൽ കുറച്ച് പേര് നമ്മൾ എടുത്തു പറയുന്നതാണ് ചിലർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻസർ ഇവിടെ എന്താണ്? മാരാർ ആണ്. പൂജക ബഹുവചനമാണ് മാരാർ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പാർവതി ജാനി എന്ന പദം ഘടകം പദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെ? ചോദ്യം ഏതാണ്? പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. പാർവതിയിൽ ജനിച്ചവൾ, ജനിച്ചവൻ എന്നാണ്, ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ്. പാർവതിയിൽ ജനിച്ചവൻ. പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ. പാർവതി ജായയായിട്ടുള്ളവൻ. പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ എന്നാണ്. അവിടെ പാർവതിയിൽ ജനിച്ചവൻ, അതായത് പാർവതിയിൽ ജനിച്ച വ്യക്തി എന്നർത്ഥം ഉപയോഗിച്ചു. പാർവതിയുടെ ജനനിയായിട്ടുള്ളവൻ, അതും അല്ല, ഉള്ളവൾ എന്നാണ്. അടുത്തത് പാർവതി ജായയായിട്ടുള്ളവൻ. ജായ മീൻസ് ഭാര്യ എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ പാർവതി ജായ, പാർവതി ഭാര്യയായിട്ട് ഉള്ളവൻ. പാർവതിയുടെ ജനകനായിട്ടുള്ളവൻ, ജനകൻ മീൻസ് അച്ഛൻ എന്ന അർത്ഥത്തിലേക്ക് വരും. അപ്പോൾ പാർവതിയുടെ അച്ഛനായിട്ടുള്ളവൻ, ഇതിൽ ഏതാണ് ആൻസർ എന്നാണ് ചോദ്യം. പാർവതി ജാനി എന്നാണ്. അതിനെ ഘടകപദങ്ങളാക്കുമ്പോൾ പാർവതി ജായയായിട്ടുള്ളവൻ, പാർവതി ഭാര്യയായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം വരുന്നത്. പാർവതി ജാനി ആരാണ്? പാർവതി ജായയായിട്ടുള്ളവൻ. ജായ മീൻസ് ഭാര്യ എന്നാണ് അർത്ഥം. ഭാര്യയായിട്ടുള്ളവൻ ആരാണോ അവരാണ് പാർവതി ജാനി. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. സർപ്പന്യായം. ഉള്ളിൽ വിദ്വേഷവും പുറമേ അനുകമ്പയും പ്രകടിപ്പിക്കുക. വലിയവരെ പിന്താങ്ങുക. അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. അധിക്ഷേപിച്ച് പറയുക എന്നതാണ്. ഇവിടെ 4 ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഏതാണ്? അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുന്നതാണ് സർപ്പന്യായം. അത് കാണാതെ പഠിക്കുക. സർപ്പന്യായം എന്താണ്? അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. മറ്റുള്ളവരെ അധ്വാനിച്ച് വെച്ചിരിക്കുന്ന അതിന്റെ ഫലം നമ്മൾ തട്ടിയെടുത്തിട്ട് ജീവിക്കുന്നതാണ് എന്ത് ശൈലി? സർപ്പന്യായം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്ര പ്ലസ് മാനം എന്ന ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? ശബ്ദങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശബ്ദങ്ങൾ എന്നാണ് ഇവിടെ മാത്രമേ എഴുതിയുള്ള ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? പ്രമാണം, പ്രമനം, പ്രമാണം, പ്രമാണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രാമാണം, പ്രമാണം. ആൻസർ ഏതാണ്? പ്ര പ്ലസ് മാനം പ്രമാണം എന്നാണ്. പ്ര പ്ലസ് മാനം എന്താണ്? പ്രമാണം. തുടക്കം തന്നെ ഒടുക്കമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലെന്ത്? തുടക്കം തന്നെ, ആരംഭിക്കുമ്പോൾ തന്നെ അത് അവസാനിക്കുക, അല്ലെങ്കിൽ അത് ഒടുക്കമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പഴഞ്ചൊല്ലേത്? കുല പഴുക്കുമ്പോൾ സംക്രാന്തി. വീട്ടിലെ എല്ലാ കാര്യവും വരമ്പത്തെ വീമ്പും. കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. ഉറവ് തന്നെ വിളയിൽ കൈവച്ചു. ഇവിടെ എന്താണ്? കുല പഴുക്കുമ്പോൾ സംക്രാന്തി ആണോ? കുല പഴുക്കുമ്പോഴാണോ സംക്രാന്തി ആകുന്നത്? അതല്ല. കാരണം ആദ്യം അവസാനം ഒന്നിച്ചു, തുടങ്ങിയപ്പോൾ തന്നെ അവസാനിച്ചു, പെട്ടെന്ന് തീർന്നു എന്നുള്ള അർത്ഥത്തിലാണ്. വീട്ടിലെ കാര്യവും വരമ്പത്തെ വീമ്പും. അതായത് വീട്ടിലുള്ള കാര്യങ്ങൾ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്.
കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. ആദ്യത്തേതും അവസാനത്തേതും കടലാട്ടം, കടലാടുക എന്ന് പറയുമ്പോൾ അവസാനിപ്പിക്കുക, അത് ഒരുമിച്ച് ചെയ്തു എന്നർത്ഥം. ഉറവ് തന്നെ വിളയിൽ കൈവച്ചു. ഉറവ് തന്നെയാണ് വിളയിൽ കൈവച്ചത്. ഉറി തന്നെ എന്ത് ചെയ്തു? എടുത്തു വെച്ച് സമ്പാദിച്ചു വെച്ചിരുന്നതെല്ലാം പെട്ടെന്ന് നശിപ്പിച്ചു വെച്ചു എന്ന അർത്ഥത്തിലേക്ക് പോകും. ഉറവ് തന്നെ വിളയിൽ കൈവച്ചു. കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. ഇതാണ് ആൻസർ വരുന്നത്. കന്നി പറിക്കലും കടലാട്ടം. ആദ്യം എടുത്തു. കന്നി പറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഫലം ആദ്യമേ നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ കന്നി പറിക്കുക എന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതും എന്ത് ചെയ്തു? കടലാട്ടം, കടലാട് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക് പോകും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതും അവസാനം ചെയ്യേണ്ടതും ഒരുമിച്ച് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ചെന്ന ശൈലിയിലേക്ക് മാറുന്നത്. ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേഖകൻ പുല്ലിംഗ ശബ്ദമാണ് തന്നിരിക്കുന്നത്, അതിന്റെ എതിർലിംഗം അപ്പോൾ സ്ത്രീലിംഗ ശബ്ദമായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ലേഖകൻ എന്ന പദത്തിന് സ്ത്രീലിംഗ ശബ്ദം ഏത്? ലേഖികൻ, ലേഖിക, ലിഖിക, ലിഖിത. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഇൻ പുല്ലിംഗത്തിൽ ഇൻ എന്ന് പറയുന്ന ശബ്ദത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെല്ലാം പദങ്ങളെല്ലാം പുല്ലിംഗ ശബ്ദമാണ്. ഒന്നുകിൽ അതിനിപ്പുറമുള്ള ശബ്ദം അല്ലെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? ഇകാരം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഏതാണ്? ലേഖകൻ എന്തായിട്ട് മാറും? ലേഖിക എന്നായിട്ട് മാറും. ലേഖകൻ, ലേഖിക. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ഏതെന്നാണ് ചോദ്യം. ദൃഢം എന്ന വാക്കിന് ശിഥിലമാണ് ആൻസർ വരുന്നത്. ദൃഢം ശിഥിലമാണ്. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന എന്താണ്? ശിഥിലം. ശിഥിലം എന്തായിട്ട് വരും? ദൃഢമായിട്ട് വരാം. അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം. ശിഥിലം വിപരീത പദം ദൃഢമാം, ദൃഢം ശിഥിലം എന്ന് നമുക്ക് പറയാം. അടുത്തത് ശൈഥില്യമാണ്. ശൈഥില്യം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ്? ദാർഢ്യം എന്നാണ് കേട്ടോ. ദാർഢ്യം എന്നാണ്, ഓർത്തു വെച്ചേക്ക. ശിഥിലം, ശൈഥില്യം, ദാർഢ്യമാണ്. ശീതളം എന്താണ്? ഊഷ്മളം അല്ലെങ്കിൽ ഉഷ്ണം എന്നൊക്കെ പറയാം. ശീതളം തണുപ്പ്, അതുപോലെ ശൈത്യവും തണുപ്പ് എന്നാണ് അർത്ഥം വരുന്നത്. ഊഷ്മളം അല്ലെങ്കിൽ ഉഷ്ണം എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് അതിന്റെ വിപരീത പദം എഴുതാം. ഇവിടെ ദൃഢം, ശിഥിലം എന്നാണ് ആൻസർ വരുന്നത്. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴെ ഇറങ്ങി നോക്കാം നമുക്ക് എങ്ങനെയെന്ന്. താഴെ ഇറങ്ങി, താണ് പ്ലസ് ഇറങ്ങി. ഈ താണ് പ്ലസ് ഇറങ്ങി പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ താണ് പ്ലസ് ഇറങ്ങി എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? താണിറങ്ങി എന്നായി മാറ്റാം. കണ്ടോ? താണ് ഇറങ്ങി, പ്ലസ് ചിഹ്നത്തിന്റെ ഇടത്തും വലത്തും താണിറങ്ങി. അപ്പൊ ഇവിടെ നായും ഈയും കൂടി വന്നപ്പം താണിറങ്ങി എന്നാക്കി മാറ്റി. താഴ്ന്ന് പ്ലസ് ഇറങ്ങി. അപ്പൊ എങ്ങനെ നോക്കാം? ശരിയായിട്ട് എഴുതുന്നേ താഴ്ന്നിറങ്ങി എന്നാക്കാം. താഴെ ഇറങ്ങി നോക്കാം, എഴുതിയേക്കുന്നത് എങ്ങനെന്നാ? താഴെ ഇറങ്ങി. ഇവിടെ താന്ന് ഇറങ്ങി എങ്ങനെ എഴുതാം? താന്നിറങ്ങി. ഇവിടെ താഴെ പ്ലസ് ഇറങ്ങി എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? ഏതാണ് ആൻസർ? താഴെ പ്ലസ് ഇറങ്ങി. ഇവിടെ താഴെ അത് കഴിഞ്ഞിട്ട് യാ ആഗമിച്ച് വരികയാണ് ചെയ്തത്. യാ ആഗമിച്ച് വന്നതുകൊണ്ട് തന്നെ അത് എന്താണ്? ആഗമസന്ധിക്ക് ഉദാഹരണമായി മാറാം. ആൻസർ ഏതാണ് ശരിയായിട്ടുള്ളത്? സി ആണ് ആൻസർ ശരിയായിട്ടുള്ളത്. ഭീമന്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഭീമന്റെ പുത്രി ആരാണ്? ഭൈമി ആണ്. ജനകന്റെ പുത്രി ജാനകി. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. ഇവിടെ ഭീമന്റെ പുത്രി ആരായിരുന്നു? ഭൈമിയാണ് ആൻസർ വരുന്നത്. ജനകന്റെ പുത്രി ജാനകി, സുമിത്രയുടെ പുത്രനാണ് സൗമിത്രയായിട്ട് വരുന്നത്. ജനകന്റെ പുത്രി ജാനകിയാണ്. ഇവിടെ ഭീമന്റെ പുത്രി ആരാണ്? ഭൈമിയാണ് ആൻസർ. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏത്? നവം എന്ന പദത്തിന് നാനാർത്ഥം, ഒരു വാക്കിന് തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല അർത്ഥങ്ങളിലേക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു പദത്തിന് തന്നെ പല അർത്ഥങ്ങൾ വരും സാഹചര്യങ്ങൾക്കനുസരിച്ച്. അതുകൊണ്ട് നാനാർത്ഥമായി വരുന്ന ജോഡി ഏതെന്നാണ് ചോദ്യം. പുതിയത് 9, പഴയത് 50, പുതിയത് 50, രാത്രി മാളിക. അപ്പൊ ഇവിടെ നവം എന്ന് പറയുമ്പോൾ എന്താണ്? 9 എന്ന അർത്ഥം വരുന്നുണ്ട്. അതുപോലെ നവം മീൻസ് പുതിയത് എന്നും അർത്ഥം വരുന്നുണ്ട്. അപ്പൊ ആൻസർ പുതിയത് 9 എന്നാണ് ആൻസർ. പുതിയത് 9 എന്നാണ് ആൻസർ വരുന്നത്. നവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പുതിയതുണ്ട്, 9 എന്നാണ് അർത്ഥം. നവരാത്രി, 9ാമത്തെ രാത്രി എന്നാണ്. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരും ഇത് നിർണയം. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സാധില്ല എന്നു വരും ഇത് നിർണയം. ആരുടെ വരികളാണ് ചോദിച്ചിരിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ
സ്വാദില്ല എന്ന് വരും ഇത് നിർണയം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട്, അതായത് നമുക്ക് എന്താണ് മനസ്സോടെ അല്ലാതെ വെറുപ്പോടുകൂടി കോരി വിളമ്പിയാൽ സ്വാദില്ല എന്ന് വരും ഇത് നിർണയം, സ്വാദില്ലാതെ വരും. അതായത് ആർക്കു വേണ്ടി ചെയ്ത് അവരവർക്ക് വേണ്ടി മാത്രം ചെയ്യുക, മനസ്സോട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആരുടെ വരികളാണ്? കുഞ്ഞൻ നമ്പ്യാരുടെ വരികളാണ്. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. ആസ്യം, നസ്യം, ഭാഷ്യം, ഹാസ്യം എന്നാണ്. എന്താണ് ആൻസർ? മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്നത് ആസ്യം എന്നാണ്. ആസ്യം എന്തായിരുന്നു? മുഖമാണ്. നസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂക്ക്. ഭാഷ്യം, ഭാഷ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്ന ഭാഷ രീതി. ഹാസ്യം എന്താണ്? ചിരിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഹാസ്യരൂപേണ, ചിരിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം ഏതാണ്? ആസ്യം ആണ്. ഹൃദയത്താളം വിഗ്രഹിച്ചെഴുതുക. ഹൃദയത്തിന്റെ താളം, ഹൃദ്യമായ താളം, ഹൃദയത്തിലുള്ള താളം, ഹൃദയവും താളവും. ഏതാണ് ആൻസർ? ഹൃദയത്തിന്റെ താളമാണ് ഹൃദയത്താളം. ഹൃദയത്തിന്റെ താളത്തെ എന്ത് വിളിക്കുന്നു? ഹൃദയത്താളം എന്നാണ് പറയുന്നത്. അക്കാലം സന്ധി നിർണയിക്കുക. ഇവിടെ ചോദ്യം ഏതാണ്? വേട് അക്കാലം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക അവിടെ മധ്യത്തിലുള്ള വർണ്ണം, അല്ലെങ്കിൽ ആകെ 3 വർണ്ണങ്ങളാണ് ഉള്ളത്. അതിലെന്താണ്? ക ഇരട്ടിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ എഴുതാൻ പറ്റും? ദ്വിത്വസന്ധി, ആദേശസന്ധി, ആഗമസന്ധി, ലോപസന്ധി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അക്കാലം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? ആ പ്ലസ് എ കാലം എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ ഉത്തരപദത്തിന്റെ ആദ്യവർണം, ഉത്തരപദത്തിലെ ആദ്യവർണം കായാണ്. അതെന്ത് ചെയ്തിട്ടുണ്ട്? ഇരട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരട്ടിക്കുന്ന സന്ധി ഏതാണ്? പദങ്ങൾ ഇരട്ടിക്കുന്ന ഏതാണ്? ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. ദ്വിത്വസന്ധി എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ളൊരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. നോക്കാം. ആദേശസന്ധിക്ക് വിൺ പ്ലസ് എ തലം. എങ്ങനെ എഴുതാം? വിണ്ടലം എന്ന് എഴുതാം. ഇവിടെ ഇന്നിന് പകരം നമുക്ക് ഏത് വർണ്ണം ഉപയോഗിക്കാം? ണ എന്ന ശബ്ദം ഉപയോഗിക്കാം, ണ എന്ന അക്ഷരം ഉപയോഗിക്കാം. ഇവിടെ ഇണ്ട എന്ന ശബ്ദം ഏതൊക്കെ തമ്മിൽ വരുമ്പോഴാണ്? ഇണു പ്ലസ് ടായാണ് ഇണ്ട. ഇവിടെ ഫസ്റ്റ് ലെറ്റർ വി രണ്ടിടത്തും കോമൺ ആയിട്ട് പോയി. പിന്നെ എന്താണ്? നായ്ക്ക് പകരം ഇവിടെ ണ പോയി. എല്ലാം കോമൺ ആണ്, അത് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ ഏതാണുള്ളത്? ട. പിരിച്ചെഴുതുമ്പോൾ ഒരു വർണ്ണം പോയി. നമ്മൾ പദങ്ങൾ ചേർത്ത് എഴുതുമ്പോഴാണ് കേട്ടോ. പിരിച്ചെഴുതുമ്പോൾ പൂർവ്വപദം അവസാനിക്കുന്ന ആദ്യത്തെ വർണ്ണം അവസാനിക്കുന്നത് എന്താണ്? ചില്ലക്ഷരത്തിലോ അനുസ്വാരത്തിലോ ആണോ എന്ന് നോക്കണം. ഇവിടെ ചില്ലക്ഷരത്തിലാണ്. അതേപോലെ തന്നെ പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോൾ ഒരു വർണ്ണം, പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് എന്ത് വരുന്നു? മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് എന്ത്? ആദേശസന്ധി എന്ന് പറയുന്നത്. ഒരു വർണ്ണം പോയിട്ട് പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോൾ ഇവിടെ ഒരു പൂർവ്വപദം ഉത്തരപദമാണ്. പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതിയപ്പോൾ ഒരു വർണ്ണം ത പോയിട്ട് എന്ത് വന്നു? ട വന്നു ചേർന്നു. പദങ്ങൾ തമ്മിൽ ചേർത്തുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. അപ്പൊ ത പോയി ട വന്നു ചേർന്ന് വഴി ടായുണ്ട്. അടുത്തത് ആഗമസന്ധി. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്നു ചേരുന്നതാണ് ആഗമസന്ധി. ആഗമസന്ധിക്ക് സാധാരണ ചോദിക്കുന്നത് പന പ്ലസ് എ ഓല. എങ്ങനെ എഴുതാം? പനയോല എന്ന് എഴുതാം. അവിടെ എന്ത് വന്നു ചേർന്നു? യാ വന്നു ചേർന്നു. അതേപോലെ തിരു പ്ലസ് ആതിര, തിരുവാതിര. തിരു പ്ലസ് അനന്തപുരം, തിരുവനന്തപുരം. അവിടേക്ക് യാ അല്ലെങ്കിൽ വാ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. ലോപസന്ധി. ലോപസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതാണ് ലോപസന്ധി. തണുപ്പ് പ്ലസ് ആണ്. എങ്ങനെ ചേർത്തെഴുതാം? തണുപ്പാണ്. ഇവിടെ കോമൺ ആയിട്ടുള്ള അക്ഷരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. ആയിക്ക് പകരം ചിഹ്നമുണ്ട്, ന്ന് പോയി. ഇവിടെ എന്താണ് ലോപിച്ചു പോയത്? സമൃദ്ധോകാരം ലോപിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ദ്വിത്വസന്ധി പദങ്ങൾ തമ്മിൽ ചേർത്തുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നു. ആദേശസന്ധി ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. ആഗമസന്ധി എന്താണ്? ഒരു വർണ്ണം പുതുതായി വന്നു ചേരുന്നതാണ് ആഗമസന്ധി. ഒരു വർണ്ണം ലോപിക്കുന്നത് എന്താണ്? ലോപസന്ധിയാണ്. ശരിയായ പദം ഏതെന്നാണ് ചോദ്യം. അനുഗ്രഹീതനാണ് കൊടുത്തിരിക്കുന്നത്. 4 അനുഗ്രഹീതന്മാരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതാണ് ആൻസർ? എ അനുഗ്രഹീതൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അനുഗ്രഹീതൻ. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടവൻ അനുഗ്രഹീതനെങ്കിൽ അനുഗ്രഹം എന്നെഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അനുഗ്രഹം എന്നെഴുതുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായല്ലോ? അനുഗ്രഹം എങ്ങനെയാണ്?
ഗ്രഹം ആയിട്ട് വരും. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന പദത്തിലേക്ക് പോകുമ്പോൾ ഇറയിലേക്ക് മാറും. ഇവിടെ ചിഹ്നങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ റാ എന്ന ശബ്ദം കണ്ടോ, റാ എന്ന ശബ്ദത്തിന്റെ പകുതി ഭാഗം പോകുന്നതാണ് ഈ ചിഹ്നം വരുന്നത്. കണ്ടോ, റായുടെ പകുതി ഗ്ര, അനുഗ്രഹം. ഗ പ്ലസ് റായാണ് ഗ്ര ആയി മാറുന്നത്. ചിഹ്നം വന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഗ പ്ലസ് ഇറോ വരുമ്പോൾ ഇങ്ങനെ ചിഹ്നം വരുന്നുണ്ട്. അതായത് ഇറിൻ്റെ പകുതി ഭാഗം പോകുന്നതാണ് ഈ ചിഹ്നം. അപ്പൊ ബിഗ് പ്ലസ് ഇറ് വരുമ്പോൾ എങ്ങനെയായിട്ട് മാറും? ഗ്ര എന്നുമായിട്ട് മാറും. അവിടെ അനുഗ്രഹീതൻ ആയി മാറി. ഇനി യാ എന്ന ചിഹ്നം കണ്ടിട്ടുണ്ടല്ലോ. അവിടെ എന്താണ്? യായുടെ തല പോകുന്ന ഭാഗമാണ് ഈ ചിഹ്നം, യായുടെ ചിഹ്നം വരുന്നത്. അതേപോലെ വായുടെ തല പോകുന്ന ഭാഗം ചിഹ്നം കണ്ടോ. അപ്പൊ ഇവിടെ വായുടെ ചിഹ്നമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ആ ചിഹ്നവും ആ അക്ഷരവും കൂടി ചേർന്ന് വരുന്ന ഭാഗങ്ങൾ ആ രീതിയിൽ തന്നെ ഉച്ചരിച്ച് പഠിക്കുക. അനുഗ്രഹീതനാണ്. ഇവിടെ എന്താണ്? അനുഗ്രഹമാണ്. ശരിയായ പദം എന്താണ്? അനുഗ്രഹീതൻ എന്നാണ് ശരിയായ പദം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കനകം, കാഞ്ചനം, ഹേമം, ബന്ധുരം. അപ്പൊ ഇവിടെ കനകം, കാഞ്ചനം, ഹേമം ഇതെല്ലാം സ്വർണത്തിന്റെ പര്യായ പദത്തിലേക്ക് പോകും. ബന്ധുരമാണ് മനോഹരം. ബന്ധുരം മീൻസ് മനോഹരം. ബാക്കിയെല്ലാം എന്താണ്? സ്വർണത്തിന്റെ പര്യായ പദമാണ്. ചന്ദ്രഹാസം ഇളക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ചന്ദ്രഹാസം ഇളക്കുക, കോപിക്കുക, അട്ടഹസിക്കുക, പരിഹസിക്കുക, പുച്ഛിക്കുക. ആൻസർ എന്താണ്? കോപിക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന സമയമാണ് ചന്ദ്രഹാസം ഇളക്കരുത്, നാടിളക്കരുത്, വീടിളക്കരുത് എന്നൊക്കെ നമ്മൾ ഭയങ്കര കോപിച്ചനാണ് നിൽക്കുന്ന ഒരു സമയത്താണ് ചന്ദ്രഹാസം ഇളക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ്? കോപിക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിൽ ശരിയായ പദം ഏതെന്നാണ് ചോദ്യം. ഹരിചന്ദ്രൻ. 4 ഹരിചന്ദ്രന്മാരെയാണ് കൊടുത്തിരിക്കുന്നത്. ഹരിചന്ദ്രൻ എഴുതുന്നത് എങ്ങനെയാണ്? ഇതാണ് ആൻസർ. ഹരി ചന്ദ്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഷായും ചായും കൂടി ചേർത്ത് വന്നപ്പോൾ ഹരിചന്ദ്രൻ. ഷാ അവിടെ ഉച്ചരിച്ച് പഠിക്കുക. ഹരിശ് ചന്ദ്രൻ എന്നാലും നമുക്ക് ഓർത്തു വെച്ചുള്ളൂ. ഇതെല്ലാം ഹരിചന്ദ്രന്മാരാണ്. അപ്പോൾ ഇവിടെ ഹരിചന്ദ്രൻ ശരിയായ പദം ഏതാണ്? ഹരിചന്ദ്രൻ. ഷായുടെ അവിടെ ഉച്ചരിച്ച് വായിച്ചാൽ മാത്രമേ നമുക്കവിടെ ഹരിചന്ദ്രനെ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പൊ ഹരിചന്ദ്രൻ എന്തുണ്ട്? ഷായും കൂടി ചേർത്ത് പറയുക. ഹരിചന്ദ്രൻ എന്നാണ്. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം. ക്ലേശം, ഊപ്പാട്, താന്തത, പരവശത. എന്താണ്? ഊപ്പാടാണ്. അതായത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ പറയുന്ന ഒരു പദമാണ് ഊപ്പാട്. എൻ്റെ ഊപ്പാട് അത്രയും വന്നുപോയി എന്ന് പറയാറുണ്ട്. കാരണം അത്രയും പ്രശ്നമായിരുന്നു, അത്രയും നമ്മൾ കഷ്ടപ്പെട്ടു, അത്രയും കഠിനാധ്വാനം ചെയ്തു. അങ്ങനെയുള്ള സമയത്ത് പറയുന്നതാണ് എന്തേ? ഊപ്പാട് എന്ന് പറയുന്നത്. എന്തായിരുന്നു? അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? ഊപ്പാട്. പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏകവചനം, ബഹുവചനം, പൂജക ബഹുവചനം, സർവനാമം. പത്രാധിപർ എന്നാണ്. അവിടെ ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്നതാണ് ഏകവചനം. പ്രത്യയം ഇല്ല എന്നുള്ളത് ഓർക്കുക. ഏകവചനത്തിന് പ്രത്യയമില്ല. ബഹുവചനം ഒന്നിൽ കൂടുതൽ ഉള്ളവരാണ് ബഹുവചനം. അവിടെ അർമാറുകൾ ചേരുകയും വേണം. പ്രത്യയം എന്താണ്? അറ്, മാറ്, കള്ള്. ബഹുവചനത്തിന്റെ പദങ്ങളുടെ കൂടെ അർമാറുകൾ വന്നാൽ അത് ബഹുവചനമാണ് നമുക്ക് മനസ്സിലാക്കാം. പൂജക ബഹുവചനം. ബഹുമാനത്തെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൂജക ബഹുവചനം പറയുന്നത്. അതായത് രൂപം കൊണ്ട് അവിടെ ഒരാളെ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി പറയുന്ന പദമാണ് പൂജക ബഹുവചനം. സർവനാമം. നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ് സർവനാമം. ആൻസർ ഇവിടെ ഏതാണ്? പൂജക ബഹുവചനം. പത്രാധിപർ. അവിടെ രൂപത്തിൽ ഒരാളാണ് അവിടെ ഉള്ളത്. ബഹുമാനത്തോടെയാണ് നമ്മൾ പത്രാധിപർ എന്ന് പറയുന്നത്. അടുത്തത്, ഗാഠം എന്ന പദത്തിന്റെ വിപരീത പദം എന്ത് എന്നാണ് ചോദ്യം. ഗാഠം എന്താണ്? ശിഥിലം എന്നാണ്. ഗാഠത്തിന്റെ വിപരീത പദം ശിഥിലം എന്നാണ് ആൻസർ വരുന്നത്. ഗാഠത്തിന്റെ വിപരീത പദം ശിഥിലം. ശിഥിലം ഗാഠം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. അടുത്ത ചോദ്യം, ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ ചിത്ത പ്ലസ് ആകാശം, ചിതു പ്ലസ് ആകാശം, ചിതു പ്ലസ് ആകാശം, ചിന്തു പ്ലസ് ആകാശം, ഇങ്ങനെ 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചേർത്ത് എഴുതി നോക്കാം എങ്ങനെയായിട്ട് മാറുമെന്നുള്ളത്. ചിത്താകാശം
ചിതാകാശം, ചിതാകാശം തായാണേ. അതേപോലെ ചിന്താകാശം. ഇങ്ങനെയാണ് ഇത് ചേർത്തെഴുതിയാൽ വരുന്ന പദങ്ങൾ വരുന്നത്. ചിത്ത പ്ലസ് ആകാശം ചിത്താകാശമായി മാറും. ചിതു പ്ലസ് ആകാശം ചിതാകാശമായി മാറും. ചിതു പ്ലസ് ആകാശം ചിതാകാശം. ചിന്തു പ്ലസ് ആകാശം ചിന്താകാശമായി മാറും. ഇതിവിടെ ആൻസർ ഏതെന്ന് ചോദിച്ചാൽ ബി, ചിതു പ്ലസ് ആകാശമാണ് ചിതാകാശം. ഇതിന്റെ റൂൾസ് നമുക്ക് നോക്കാം എന്താണെന്ന്. ത ഇഥ ദ ഇധ ന, ഇതാണ് ഖരം, അധിഖരം, മൃദു, കോശം, അനുനാസികം. നമുക്കിവിടെ ചോദ്യത്തിൽ ദ എന്ന ശബ്ദമാണ് വന്നത്. ഇത് മൃദുവാണ്. മൃദു വന്നപ്പോൾ ആൻസർ എങ്ങോട്ട് മാറി? പിരിച്ചെഴുതിയപ്പോൾ തായിലേക്കാണ് നമ്മൾ പിരിച്ചെഴുതിയത്. എങ്കിൽ തായാണ് വരുന്നതെങ്കിൽ എങ്ങോട്ട് പോകും? ദായിലേക്ക് പോകും. അതായത് ദാ വന്നപ്പോൾ ഇവിടെ എങ്ങോട്ട് മാറ്റി? തായിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ മൃദു വന്നാൽ ഖരമാകും, ഖരം വന്നാൽ മൃദുവിലേക്ക് മാറ്റി എഴുതി. അതാണ് ഇവിടുത്തെ റൂൾസ്. ചിതാകാശം എങ്ങോട്ട് മാറ്റി? ചിതാകാശം ചിത്തു പ്ലസ് ആകാശത്തിലേക്ക് മാറ്റി. അതായത് മൃദുവാണ് ഖരത്തിലേക്ക് മാറിയത്. എങ്കിൽ ഇവിടെ അതേപോലെ ഒരു വിഷയം വേറെ ഒന്ന് വന്നിട്ടുണ്ടേ. മൃദു വന്നപ്പോൾ എങ്ങോട്ട് നമുക്ക് മാറ്റി? ഖരത്തിലേക്കാണ് നമ്മൾ മാറ്റി എഴുതിയത്. ഇതാണ് ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ജാമാതാവ് എന്നതിന്റെ സ്ത്രീലിംഗ രൂപം ഏതെന്നാണ് ചോദിച്ചത്. ഇവിടെ മാതാവ് കണ്ടുകൊണ്ട് ഇത് സ്ത്രീലിംഗ ശബ്ദമാണെന്ന് വിചാരിക്കരുത്. ജാമാതാവ് ആരെന്ന് ചോദിച്ചാൽ മകളുടെ ഭർത്താവാണ് ജാമാതാവ്. അതായത് മരുമകൻ എന്നാണ്. ജാമാതാവ് ആരാണ്? മരുമകൻ. മരുമകൻ എപ്പോഴും പുല്ലിംഗ ശബ്ദമാണ്. മരുമകൻ പുല്ലിംഗമാണല്ലോ. അതിന്റെ മരുമകന്റെ എതിർലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗ ശബ്ദം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മരുമകളാണ്. ജാമാതാവ് ബന്ധം റിലേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മകളുടെ ഭർത്താവാണ് ജാമാതാവ്. അപ്പോൾ അതിന്റെ സ്ത്രീലിംഗ രൂപം ഏതെന്നാണ് ചോദ്യം. മകൾ മകനായി വരും, മകളുടെ ഭർത്താവ് മരുമകൻ. അപ്പോൾ മകൾ മകൻ, മകന്റെ ഭാര്യയാണ് ആരെ? മരുമകൾ ആയി വരുന്നത്. മരുമകൾ ആരാണ്? സ്നുഷ ആണ് ആൻസർ. ജാമാതാവിന്റെ എതിർലിംഗം അല്ലെങ്കിൽ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? സ്നുഷ. സ്നുഷ എന്ന് പറഞ്ഞാൽ ആരാണ്? മരുമകളാണ്. മകന്റെ ഭാര്യയാണ് മരുമകൾ. ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം. ടു സ്മെൽ എ റാറ്റ്, മൂഷിക മണം, സംശയാസ്പദം, കൈപ്പിടിയിലാക്കുക, പാത്തും പതുങ്ങിയും. സംശയാസ്പദം എന്നാണ് വാക്കിന്റെ. ടു സ്മെൽ എ റാറ്റ് സംശയാസ്പദം. സംശയാസ്പദം എന്ന വാക്കിന്റെ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ എന്താണ്? ടു സ്മെൽ എ റാറ്റ് എന്നാണ്. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം എന്ത്? ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. പുസ്തകജ്ഞാനം പ്രധാനം, പ്രായോഗിക ജ്ഞാനമല്ല തത്വമാണ് പ്രധാനം, അനുഭവമല്ല അറിവാണ് പ്രധാനം, തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. അപ്പോൾ ആൻസർ ഏതാണ്? തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം എന്നാണ്. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രാധാന്യം അല്ലെങ്കിൽ പ്രാധാന്യം എന്നുള്ളതാണ്. നമുക്ക് തത്വമല്ല പ്രായോഗിക ജ്ഞാനം, ജ്ഞാനം മീൻസ് അറിവാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ദിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏവ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ദിത്വസന്ധി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി. ഇവിടെ അത് പ്ലസ് എ അല്ല, മഴുവില്ല, മഴു പ്ലസ് എ ഇല്ല, 800, എൺ പ്ലസ് എ 100. ഇവിടെ അത് അല്ല ലോപസന്ധിയാണ്. മഴുവില്ല ഏതാണ്? വാ ആഗമിച്ചു വന്നു, ആഗമസന്ധിയാണ്. 800 നാ പോയി നാ വന്നു, എൺ പ്ലസ് 100 ആദേശസന്ധിയാണ്. അപ്പൊ ദിത്വസന്ധിക്ക് ഉദാഹരണമല്ല. ദിത്വസന്ധിക്ക് ഉദാഹരണം കൊടുത്തിട്ടേ ഇല്ല. അപ്പൊ ഇവിടെ 1, 2, 3 എന്നൊരു ഓപ്ഷനാണ് ആൻസർ ആയി വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന അതിന് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. 1, 2, 3 ദിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തതാണല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഇവയൊന്നും അല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആൻസർ ഏതാണ്? 1, 2, 3 ഇവയെ എന്താണ്? ദിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തവയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങളൊന്നും ദിത്വസന്ധിയിൽ ഉൾപ്പെടുന്ന അല്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം ദിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തവയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ അവിടെ 1, 2, 3 ആണ് ആൻസർ വരേണ്ടത്. അപ്പൊ ഇവിടെ അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇവയൊന്നുമല്ല എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? 3 ദിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തവയാണ്. ശ്രദ്ധിച്ചോളുക, 3 ദിത്വസന്ധിക്ക് ഉദാഹരണം അല്ലാത്തവയാണ്. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണങ്ങൾ ഏത്? ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞാൽ പദങ്ങൾ തമ്മിൽ ചേർത്തുമ്പോൾ തുല്യ പ്രാധാന്യമുള്ളവയാണ് ദ്വന്ദ്വ സമാസം. പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ തുല്യ പ്രാധാന്യം, പദങ്ങൾക്ക് രണ്ടിനും തുല്യ പ്രാധാന്യമുള്ളവയാണ് എന്ത്? ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഇവിടെ കൈകാൽ ഉദാഹരണങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. കൈകാൽ
കൈയും കാലും എന്നാണ്. ആന കുതിരകൾ, ആനയും കുതിരകളും, ആന കുതിര മുതലായവ, കൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മുതലായവ എന്ന് നമുക്ക് പറയാം. താമരക്കണ്ണൻ, താമരക്കണ്ണോട് കൂടിയവൻ ആരോ അവൻ എന്നാണ് അർത്ഥം വരേണ്ടത്. താമരക്കണ്ണോട് കൂടിയവൻ ആരോ അവൻ എന്ന അർത്ഥത്തിൽ. ഇവിടെ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം, തുല്യ പ്രാധാന്യത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചത്. കൈകാലുകൾ, കൈയും കാലും, ആന കുതിര മുതലായവ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഏതാണ് ആൻസർ? സി ആണ് ആൻസർ വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. ഏതൊക്കെയാണ്? കൈയും കാലും ശരിയാണ്, ആനയും കുതിരയും മുതലായവയും തുടങ്ങിയവ ആന കുതിരകൾ എന്ന് പറഞ്ഞുകൊണ്ട് കൾ വന്നതുകൊണ്ട് ആന കുതിര മുതലായവ അല്ലെങ്കിൽ തുടങ്ങിയവ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അപ്പൊ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ആൻസർ ഏതാണ്? സി ആണ് ശരിയായിട്ടുള്ളവ. അരയന്നം എന്ന പദത്തിന് പര്യായമായി വരുന്നത് ഏത്? സുഖം, പികം, ഹംസം. ആൻസർ ഏതാണ്? ഹംസം മാത്രമാണ് ശരിയായിട്ടുള്ളത്. സുഖം, പികം അല്ല, ഹംസമാണ്, മൂന്നാമത്തത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നം എന്നാണ്. ചോദ്യം, അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദം, മറ്റൊരാളാൽ വളർത്തപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് പരധൃത എന്നാണ്. പരധൃത എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നത്, ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നത് എന്നുള്ള സാഹചര്യമാണ്. അപ്പൊ മറ്റൊരാളാൽ, അന്യനാൽ വളർത്തപ്പെട്ടവൾ ഒറ്റപ്പദം ഏതാണ്? പരധൃത എന്നാണ്. ഇവിടെ കബോധം മീൻസ് മാടപ്രാവ് എന്നാണ്. ജാമി മീൻസ് പിന്തുടരുന്നവർ എന്നർത്ഥം, പിന്തുടരുന്നവൻ എന്നർത്ഥത്തിലാണ് ജാമി. ഇവിടെ ആൻസർ ഏതാണ്? പരധൃതയാണ് ആൻസർ. ബി ആണ് ആൻസർ ആയി വരുന്നത്. പ്രാചീനം എന്ന പദത്തിന് വിപരീതം താഴെ പറഞ്ഞതിൽ നിന്ന് കണ്ടെത്തുക. നവീനം, നിയോഗം, സംയോഗം എന്നാണ്. പ്രാചീനം നവീനമാണ്, പഴയത് പുതിയത് എന്ന അർത്ഥത്തിൽ പ്രാചീനം നവീനം എന്നാണ് ആൻസർ വരുന്നത്. ആൻസർ എ ആണ്. അടുത്ത ചോദ്യം, ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന ഏട്ടിലെ പശു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻ അവസരവാദി, ലാഭകരമായ വസ്തു, പ്രയോജനശൂന്യം. ആൻസർ ഇവിടെ ഏതായിരിക്കും? എ 3, സി 1, ബി 2 ഇവയൊന്നുമല്ല എന്നാണ് ആൻസർ. അവിടെ ആൻസർ ഏതാണ്? പ്രയോജനശൂന്യം. എ ആണ് ആൻസർ ആയി വരേണ്ടത്. പ്രയോജനശൂന്യമാണ്. ഏട്ടിലെ പശു പുല്ല് തിന്നുന്നതാണ് പ്രയോജനശൂന്യം എന്ന ശൈലിയാണ് അർത്ഥമാക്കുന്നത്. വാഗ്വാദം എന്ന പദം പിരിച്ചെഴുതുക. വാഗ്വാദം എന്ന പദം പിരിച്ചെഴുതുക. എങ്ങനെ എഴുതാം? ഇവിടെ ചോദ്യത്തിനകത്ത് ചോദ്യം നോക്കിക്കേ. ഗ എന്ന ശബ്ദം, മൃദു എന്ന ശബ്ദമാണ് വന്നത്. മൃദു വന്നാൽ എങ്ങോട്ട് പോകണമെന്നാണ് പറഞ്ഞത്? ഖരത്തിലേക്ക് മാറുക, ഖരശബ്ദത്തിലേക്ക് മാറ്റുക. എങ്ങനെ എഴുതാം? വാക്ക് പ്ലസ് വാദം ആണ് വാഗ്വാദം. ഏതാണ് ഇതിനകത്ത് ആൻസർ? വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. രണ്ടാമത്തെയാണ് ആൻസർ വരുന്നത്. ബി ആണ് രണ്ടാമത്തെ ആൻസർ. വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. ശരിയായ പദം ഏത്? വായനാശീലം, വായനാശീലം, വായനാശീലം എന്നാണ്. 3 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ? വായനാശീലം എന്നാണ്. വായനാശീലം, വായനാശീലം. നോക്കിക്കേ, അത് പ്രത്യേകത നോക്കിക്കേ എന്തൊക്കെയാണെന്നുള്ളത്. വായനാശീലം, വായനാശീലം, വായനാശീലം. അവിടെ ഇരട്ടിപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആൻസർ ഇവിടെ ഏതാണ്? ബി ആണ് ആൻസർ വരുന്നത്, ഒന്നാമത്തത്. അതായത് വായനാശീലം. നമ്മൾ സാധാരണ പറയാറുള്ളത് വായനാശീലം, വായനാശീലം. നമ്മൾ പറയുന്ന സമയത്ത് അത് ഞായ്ക്ക് ദീർഘം വന്നു പോകും, വായനാശീലം എന്നാണ്. അത് തെറ്റാണ്. വായന ഞാ കഴിഞ്ഞാൽ ഹ്രസ്വം മതി, ദീർഘിപ്പിച്ച് പറയണ്ട. ശ അവിടെ ദീർഘിപ്പിച്ച് വായനാശീലം. ലൗകികം, ഭൗതികം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് ദീർഘിപ്പിക്കാതെ ഹ്രസ്വമായിട്ട് പറയേണ്ട കുറെ പദങ്ങളുണ്ട്. അതിലൊന്നാണ് വായനാശീലം. വായനാശീലം എന്ന് ന്യായ്ക്ക് ദീർഘമില്ല, ഹ്രസ്വമായിട്ട് പറഞ്ഞാൽ മതി എന്ന് ഓർത്തു വെച്ചിരിക്കുക. ശരിയായ വാക്യം ഏതെന്നാണ് ചോദ്യം. വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരവും ശ്രമകരവുമായിരുന്നു. വളവും തിരിവും കയറ്റവും ഇറക്കവും. വളവ്, തിരിവ്, അതേപോലെ കയറ്റം, ഇറക്കം. ക്ലേശകരവും ശ്രമകരവുമായിരുന്നു. 2 വാക്കുകളോടെ വന്നിട്ടുണ്ട്. അടുത്തത്, വളവും തിരിവും കയറ്റവും ഇറക്കവും ക്ലേശകരമായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള വാക്കാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. നോക്കാം അടുത്ത ഓപ്ഷൻ കൂടി. വളവും തിരിവും കയറ്റവും ഇറക്കവും ശ്രമകരമായ ക്ലേശമായിരുന്നു. ശ്രമകരമായ ക്ലേശമായിരുന്നു. ഇതെല്ലാം നമുക്ക് ഒരു അഭംഗി തോന്നുന്ന വാക്കുകളാണ്, വാചകങ്ങളാണ്. നോക്കുന്നു ആൻസർ ഇതിനകത്ത് ഏതാണ്? സി, രണ്ടാമത്തതാണ് ആൻസർ. കണ്ടോ? വളവും തിരിവും കയറ്റവും ഇറക്കവും
ക്ലേശകരമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അതായത് വളവും തിരിവും അതുപോലെ കയറ്റി ഇറക്കവും ബുദ്ധിമുട്ടായിരുന്നു. ബാക്കിയെല്ലാം ഇരട്ടി, അതായത് പൗനരുക്തി വാക്കുകൾ വന്നിട്ടുണ്ട്, ഒരേ പദങ്ങൾ ആവർത്തിക്കുന്ന പദങ്ങൾ വന്നിട്ടുണ്ട്. ആൻസർ ഇവിടെ ഏതാണ്? രണ്ടാമത്തതാണ് ആൻസർ ശരിയായിട്ട് വരുന്നത്. നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കണ്ടെത്തുക. നമ്പ്യാർ, ഇവിടെ ഓപ്ഷനിൽ വ്യത്യാസമാണ്. നമ്പ്യാർ, നങ്ങ്യാർ എന്ന് വായിക്കുക. ചോദ്യം അത് തന്നെയാണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. നമ്പ്യാർ, നങ്ങ്യാർ എന്നാണ് കേട്ടോ. ഇതങ്ങ് മാറ്റിയേക്കുക. നമ്പ്യാർ, നങ്ങ്യാർ വായിക്കുക. നാടാർ, നമ്പി എന്നാണ്. ആൻസർ ഇവിടെ ഏതാണ്? നമ്പ്യാർ, നങ്ങ്യാർ. ചാക്യാർ, ഇല്ലുടമ. നമ്പ്യാർ, നങ്ങ്യാരാണ്. ചാക്യാർ ആണ് ഇല്ലുടമയായിട്ട് വരുന്നത്. ഇവിടെ ഓപ്ഷൻ മാറ്റുക, നങ്ങ്യാർ എന്ന് വായിക്കുക. ആൻസർ നമ്പ്യാർ, നങ്ങ്യാർ എന്നാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? അടിമത്വം, പ്രവൃത്തി, വിമ്മിട്ടം, പീഡനം. ആൻസർ ഏതാണ്? വിമ്മിട്ടമാണ് ശരിയായിട്ടുള്ളത്. നമ്മൾ പറയുന്നത് വിമ്മിഷ്ടം എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അല്ലേ? കൊച്ചു കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ടൽ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് കുട്ടികൾക്ക് വിമ്മിഷ്ടമാണ് എന്നർത്ഥം. ശ്വാസം മുട്ടലും വിമ്മിഷ്ടം എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും കാണുമ്പോൾ സംസാരിക്കുന്നതിൽ അവന് സംസാരിക്കുന്നത് വലിയ വിമ്മിഷ്ടമാണ്, അതിനർത്ഥം എന്താണ്? സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്ന അർത്ഥത്തില്ല. അപ്പം വിമ്മിട്ടം എന്നാണ്, വിമ്മിഷ്ടമല്ല, വിമ്മിട്ടം. അതായത് ബുദ്ധിമുട്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് അത് ചെയ്യാനുള്ള തടസ്സം കാണിക്കുന്നതിനാണ് നമ്മൾ വിമ്മിട്ടം എന്ന് പറയുന്നത്. അതുപോലെ പീഡനം എങ്ങനെ എഴുതുന്നത്? പീഡനം മൃദുഡായാണ് ഉപയോഗിക്കുന്നത്. പീഡനത്തിന് മൃദുഡായാണ്. പ്രവൃത്തി, പ്രവൃത്തി അടിമത്തം എന്നാണ് കേട്ടോ. അടിമത്വമല്ല, അടിമത്തം ആണ് നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം വിമ്മിട്ടമാണ് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പദം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഉപ്പുകൂട്ടി തിന്നുക, ഇലയിട്ട് ചവിട്ടുക, ഉണ്ട ചോറ്റിൽ മണ്ണിടുക, ഇരയിട്ട് മീൻ പിടിക്കുക. അവിടെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കും ആൻസർ വരുന്നത്? ഇലയിട്ട് ചവിട്ടുക. ഇലയിട്ടിട്ട് നമ്മൾ അതിനെ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഇലയിട്ട് ചവിട്ടുക എന്ന അർത്ഥം വരുന്നത്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക, ഇലയിട്ട് ചവിട്ടുക എന്ന അർത്ഥത്തിലേക്ക് മാറുന്നത്. മഹത്ത് പ്ലസ് ചരിതം എന്ന ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. മഹച്ചരിതം, 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 മഹച്ചരിതം എല്ലാം മഹത്ത് പ്ലസ് ചരിതം, മഹച്ചരിതം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ വന്നിരിക്കുന്നത് നമുക്കത് എങ്ങനെ നോക്കാം? ത പ്ലസ് ചായാണ്. അപ്പൊ ഇവിടെ ത പ്ലസ് ച എങ്ങോട്ട് മാറും? ഇച്ഛ എന്ന പദത്തിലേക്ക് മാറും. ത പ്ലസ് ച, ഇച്ഛ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? മഹച്ചരിതം. മൂന്നാമത്തെ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മഹത്ത് പ്ലസ് ചരിതം, മഹച്ചരിതം. ത പ്ലസ് ച, ഇച്ഛ ആയി മാറുന്നു. വണ്ടി എന്നർത്ഥം വരാത്ത പദം ഏത്? പിപീലികയാണ് ആൻസർ. ബാക്കിയെല്ലാം വണ്ടി എന്നുള്ള അർത്ഥത്തിലേക്ക് മാറുന്നതാണ്. വണ്ടി എന്നർത്ഥം വരാത്ത പദം ഏതാണ്? പിപീലിക. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏതെന്നാണ് ചോദ്യം. ഏകദേശം 50ഓളം ആൾക്കാർ, ഇവിടെ 50ഓളം എന്ന് വായിക്കുക. 50ഓളം ആൾക്കാർ പ്രകടനത്തിന് വന്നു. അവർ തോറ്റതിന് കാരണം പഠിക്കാത്തത് കൊണ്ടാണ്. വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. കുട്ടികൾ സ്കൂൾ അടച്ചാൽ നാളെ മുതൽ കളി തുടങ്ങും. ഇതിൽ ശരിയായിട്ടുള്ള സെന്റൻസ് വാചകം ഏതെന്നാണ് ചോദ്യം. ഏകദേശം 50ഓളം ആൾക്കാർ, അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഒന്നുകിൽ ഏകദേശം 50 ആൾക്കാർ പ്രകടനത്തിന് വന്നു, അല്ലെങ്കിൽ 50ഓളം ആൾക്കാർ പ്രകടനത്തിന് വന്നു. ഏതെങ്കിലും ഓരോ, ഏകദേശം അല്ലെങ്കിൽ ഓളം ഏതെങ്കിലും ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചാൽ മതി. അവർ തോറ്റതിന് കാരണം പഠിക്കാത്തത് കൊണ്ടാണ്. അവർ തോറ്റത് പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് മതി. വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. അതാണ് ശരിയായിട്ടുള്ളത്. കുട്ടികൾ സ്കൂൾ അടച്ചാൽ നാളെ കളി തുടങ്ങും, അല്ലെങ്കിൽ നാളെ കളി തുടങ്ങും എന്ന് മതി. നാളെ മുതൽ കളി തുടങ്ങും എന്നല്ല. കുട്ടികൾ സ്കൂൾ അടച്ചാൽ നാളെ കളി തുടങ്ങാം എന്നല്ലെങ്കിൽ തുടങ്ങും, അല്ലെങ്കിൽ തുടങ്ങാം എന്ന് നമുക്ക് പറയാം. ഇവിടെ ആൻസർ ഏതാണ്? വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. അതാണ് ശരിയായിട്ടുള്ളത്. ഗർഹിണീയം എന്നതിന്റെ ശരിയായ വിപരീത പദം ഏത്? ഇവിടെ ആൻസർ സ്പൃഹണീയമാണ്. ഗർഹിണീയം, സ്പൃഹണീയം എന്ന് നമുക്ക് ശരിയായിട്ട് പറയാം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? ബഹുത്വം ഒന്നിൽ കൂടുതലുള്ളവയാണ്. ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏതെന്നാണ് ചോദ്യം. സ്വാമികൾ പൂജക ബഹുവചനമാണ്. അവർകൾ പൂജക ബഹുവചനമാണ്. നമ്മൾ, ഗുരുക്കൾ ഏതാണ്? പൂജക ബഹുവചനമാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്നുള്ളതാണ് ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അപ്പൊ നമ്മൾ എന്നുള്ളതാണ് ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത്. കൊലയാന ഉള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? ആപത്ത് വരുമെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുക,
സ്വന്തം ശക്തി മറന്ന് പ്രവർത്തിക്കുക, സ്വയം മറന്ന് അഹങ്കരിക്കുക, ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അതായത് കൊലയാനയുള്ളപ്പോൾ, കൊല്ലുന്ന ആന, കൊമ്പനാനകളാണ് നമ്മൾ സാധാരണ കൊലയാനകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക. ആ കുഴിയാന അറിയാമല്ലോ, മണ്ണിനകത്തുള്ള ചെറിയ കുഞ്ഞ് ജീവിയാണ് കുഴിയാന. അപ്പോൾ വലിയ ആന ഉള്ളപ്പോൾ അവിടെ കുഞ്ഞ് ഒന്നുമല്ലാത്തൊരു കുഴിയാന അഹങ്കരിക്കുക. അപ്പോൾ എന്താണ്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുന്നതിനാണ് നമ്മൾ കൊലയാന ഉള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുക. ചോദ്യത്തില് ങ എന്നുള്ളത് അനുനാസിക ശബ്ദമാണ്. ആൻസർ ദിക്ക് പ്ലസ് മുഖം എന്നുള്ളതാണ്. ദിക്ക് പ്ലസ് മുഖം എന്ന് പറയുമ്പോൾ ക ഇക്ക ഗ ഇഗ ങ. ഖരം, അധികരം, മൃദു, കോശം, അനുനാസികം ആണല്ലോ. ഇവിടെ ചോദ്യത്തിൽ എന്താണ്? അനുനാസികമാണ് വന്നത്. അനുനാസികം വന്നപ്പോൾ എങ്ങോട്ട് മാറി? ഖരത്തിലേക്കാണ് ആൻസർ മാറിയത്. അപ്പൊ ദിക്കേ പ്ലസ് മുഖമാണ് നിങ്മുഖം എന്ന് പറയുന്നത്. ബ്രേവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാളം അർത്ഥം ഏത്? ഇവിടെ സംക്ഷിപ്തത. സംക്ഷിപ്തത എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേവിറ്റി മീൻസ് സംക്ഷിപ്തത എന്നാണ് അർത്ഥം. ശരിയായ പദങ്ങൾ മാത്രം കണ്ടെത്തുക. കൃത്രിമം, നായകി, നിഷ്ഠ, അടിമത്തം. ഇതേതാണ്? കൃത്രിമം. നായിക എന്നാണ്. നിഷ്ഠ എന്നാണ്. നിഷ്ഠ വരുമ്പോൾ ഠ വരും. അടിമത്തം. ഇവിടെ ആൻസർ ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ് ആൻസർ ശരിയായിട്ട് വരുന്നത്. ഇവിടെ ഡി 1ഉം 4ഉമാണ് ആൻസർ. കൃത്രിമം, നായിക എന്നാണ്. നിഷ്ഠ, അടിമത്തം. അതിൽ കൃത്രിമവും അടിമത്വവുമാണ് ശരിയായിട്ടുള്ള പദങ്ങൾ. ശരിയായ വാക്യം കണ്ടെത്തുക. അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ ഹാർദം മതി, ഹാർദവമായി എന്ന് വേണ്ട, ഹാർദമായി സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇവിടെയും തെറ്റാണ്. ഹാർദമായി സ്വാഗതം ചെയ്തു എന്ന് മതി. അദ്ദേഹത്തെ ഹാദമായി സ്വാഗതം ചെയ്തു. ഇവിടെ തെറ്റാണ്, ഇറു വേണം. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇവിടെ ഹാർദവം എന്നുള്ളത് എഴുതിയേക്കുന്ന തെറ്റാണ്. ഇവിടെ ആൻസർ ഉള്ളതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇതും ആൻസർ തെറ്റാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ് തന്നിരിക്കുന്നത്. ഹാർദമായി സ്വാഗതം ചെയ്തു. ഹാർദവമായി സ്വാഗതം ചെയ്തു എന്നുള്ള തെറ്റാണ്. ഹാർദമായി സ്വാഗതം ചെയ്തു എന്നാണ് ശരിയായിട്ടുള്ളത്. തന്നിരിക്കുന്നതിൽ 4 ഓപ്ഷനും തെറ്റാണ്. കാരണം ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. അക്ഷര തെറ്റാണ് വന്നിരിക്കുന്നത്. ആൻസർ ഇവിടെ എന്താണ്? അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു എന്നാണ്. ആൻസറും തെറ്റാണ്. ഹാർദമായി വാ വേണ്ട ഇവിടെ. അപ്പൊ ഹാർദമായി സ്വാഗതം ചെയ്തു എന്നുള്ളതേ ശരിയായിട്ട് വരത്തുള്ളൂ. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എല്ലാം തെറ്റാണ്. കുട്ടിച്ചോറാക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കുട്ടി ചോറുണ്ടാക്കുക, അഴിമതി കാണിക്കുക, കബളിപ്പിക്കുക, നശിപ്പിക്കുക. കുട്ടിച്ചോറാക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇല്ലാതാക്കുക, നശിപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. നശിപ്പിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. കുട്ടിച്ചോറാക്കുക, നശിപ്പിക്കുക. ഉന്നതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്ന ഏതാണ്? ഉന്നതം നദം എന്നാണ്. ഉന്നതം നദം. അത്യുന്നതം, അനന്യുതം, ഉന്മുഖം. ഉന്മുഖം, നദം. ഇതിൽ ഏതാണ് ആൻസർ? നദം എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. ഈച്ച പര്യായ പദം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദ്യം. മക്ഷിക, സല്ലക, പക്ഷം, ശതം എന്നാണ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതില് മക്ഷികയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സല്ലക അല്ലെങ്കിൽ സല്ലകി എന്ന് പറഞ്ഞാൽ കുന്തിരിക്കം എന്നാണ് അർത്ഥം. പക്ഷം ചേരുക എന്ന് പറഞ്ഞാൽ അഭിപ്രായം. അതേപോലെ ചിറക് എന്ന അർത്ഥമുണ്ട്. പക്ഷത്തിന് ചിറക് എന്ന അർത്ഥമുണ്ട്. അതേപോലെ അഭിപ്രായം എന്നും അർത്ഥമുണ്ട്. എൻ്റെ പക്ഷം ചേരുക എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന അർത്ഥം. ഛദം എന്ന് പറഞ്ഞാൽ ഇല എന്ന അർത്ഥം വരുന്നുണ്ട്. അതേപോലെ ചിറക് എന്നും അർത്ഥം വരുന്നുണ്ട്. ഛദം മീൻസ് ഇല അല്ലെങ്കിൽ ചിറക് എന്നർത്ഥം. അപ്പം ഈച്ച എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മക്ഷിക. ഈച്ച എന്ന അർത്ഥം വരുന്ന പദമാണ് മക്ഷിക എന്ന് ഓർത്തു വെച്ചിരിക്കുക. അവൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പ്ലസ് എ അന്നാണ് അവൻ. അവിടെ എന്തായിരുന്നു? ആ പ്ലസ് അൻ അവൻ വരുമ്പോൾ എങ്ങനെ എഴുതാം? വ അവിടെ ആഗമിച്ചു വന്നത് കൊണ്ട് തന്നെ അവിടെ ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. യാ അല്ലെങ്കിൽ വ, അതുമല്ലെങ്കിൽ അനുനാസിക ശബ്ദങ്ങൾ. അനുനാസികം എന്ന് പറഞ്ഞാൽ ങ, ഞ, ണ, ന, മ. ഇവയാണ് സാധാരണ അനുനാസികം. യായോ അല്ലെങ്കിൽ വായോ അല്ലെങ്കിൽ അനുനാസിക ശബ്ദങ്ങളാണ് സാധാരണ ആഗമിച്ചു വരുന്നത്. 51 വർണ്ണങ്ങൾക്കും വന്നു ചേരാൻ പ്രായേണ ആഗമിക്കുന്നത്
യാവ അനുനാസിക ശബ്ദങ്ങളാണ് ആഗമസന്ധിയിൽ പ്രായേണ ആഗമിച്ച് വരുന്നത് കണ്ടിട്ടുള്ളത്. അവിടെ ആ പ്ലസ് അൻ അവൻ വാ ആഗമിച്ച് വന്നതുകൊണ്ട് തന്നെ ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. 4 5 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. 4 5 4 അല്ലെങ്കിൽ 5 4 5 4 5. ആൻസർ ഏതാണ്? 4 5 എന്നാണ്. 4 5 എന്നുള്ളതാണ് 4 5 എന്ന് പറയുന്നത്. പദങ്ങൾ തുല്യ പ്രാധാന്യമുള്ളവയാണെങ്കിൽ ദ്വന്ദ്വ സമാസമാണ്. അത് സംഖ്യകളായി വരികയാണെങ്കിൽ ഓ എന്ന ശബ്ദം കൊണ്ടാണ് ഘടകപദങ്ങളാക്കുന്നത്. തുല്യ പ്രാധാന്യമുള്ളത് കൈകാലുകൾ, കൈയും കാലും എങ്കിൽ 4 5 4 5 5 6 5 6 ഇങ്ങനെയാണ് ദ്വന്ദ്വ സമാസത്തിൽ തുല്യ പ്രാധാന്യമുള്ളവയാണ് ദ്വന്ദ്വ സമാസം എന്ന് നമുക്ക് പറയാവുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദ്യം. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്മാർ പൊതുവെ കൂടിച്ചേരുന്ന ഒരു പദത്തിന് നമ്മൾ പറയുന്ന പേരാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇവിടെ ബഹുവചനമാണ് പറഞ്ഞത്. അലിംഗം അല്ലെങ്കിൽ സാമാന്യ ലിംഗം അല്ലെങ്കിൽ ഉഭയലിംഗം എന്ന് പറഞ്ഞാൽ ആൺപെൺ ജാതികൾ കൂടിച്ചേരുക അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാർ കൂടിച്ചേർന്ന് വരുന്ന പദത്തിന് നമ്മൾ പറയുന്നതാണ് അലിംഗം എന്ന് പറയുന്നത്. കുട്ടി, സുഹൃത്ത്, മിത്രം, ശത്രു ഇവയൊക്കെ നമുക്ക് അലിംഗം അല്ലെങ്കിൽ സാമാന്യലിംഗം അതും അല്ലെങ്കിൽ ഉഭയലിംഗത്തിന് നമുക്ക് ഉദാഹരണം പറയാം. ഇവിടെ ബഹുവചനം അലിംഗ ബഹുവചനം അവിടെ കുട്ടികൾ, സുഹൃത്തുക്കൾ, മിത്രങ്ങൾ ഇവയെല്ലാം സ്ത്രീ പുരുഷന്മാർ കൂടിച്ചേർന്ന് വരുന്ന പദങ്ങളാണ്. സുഹൃത്ത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ആണുമുണ്ട് പെണ്ണും വരാം. അതേപോലെ മിത്രം ആണുമുണ്ട് പെണ്ണും വരാം. ഈ പദങ്ങൾ കൂടിച്ചേരുമ്പോൾ ആണെന്നോ പെണ്ണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെ ആൺപെൺ ജാതികൾ കൂടിച്ചേർന്ന് വരുന്ന പദത്തിന് നമ്മൾ അലിംഗ ബഹുവചനം എന്ന് പറയാം. അലിംഗം എന്ന് പറയാം, അതിന്റെ വചന രൂപത്തിൽ നമ്മൾ അലിംഗ ബഹുവചനം എന്ന് പറയാം. ജനങ്ങൾ ആണുമുണ്ട് പെണ്ണുമുണ്ട്, അപ്പൊ അതിന്റെ ബഹുത്വ രൂപമാണ് ജനങ്ങൾ. വനിതകൾ സ്ത്രീലിംഗമാണ് വനിത എന്ന് പറയുന്നത്, അതിന്റെ ബഹുത്വ രൂപം വരുമ്പോൾ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ശാസ്ത്രികൾ എന്ന് പറയുമ്പോൾ നമുക്കത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായി പറയാം. വൈദ്യർ പൂജക ബഹുവചനമാണ്. ഉദാഹരണം എന്താണ്? ജനങ്ങൾ ആണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായി പറയാവുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദ്യം. വിലാസി, വിലാസിനി, യോദ്ധാവ്, യോദ്ധ്രി, വിനോദി, വിനോദിനി, സിംഹം, സിംഹി എന്നാണ്, അല്ലെങ്കിൽ സിംഹിണി എന്ന് പറയാം. അവിടെ യോദ്ധാവ്, യോദ്ധ്രി ഇവിടെ സ്ത്രീലിംഗ ശബ്ദമാണ് ചോദിച്ചത്. യോദ്ധ്രിയാണ് ആൻസർ വരുന്നത്. വിനോദി വിനോദിനിയായി വരും. സിംഹം പുല്ലിംഗ ശബ്ദമാണ്, അതിൻ്റെ എതിർലിംഗം വരുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീലിംഗ ശബ്ദം വരുമ്പോൾ സിംഹി അല്ലെങ്കിൽ സിംഹിണി ആയിട്ട് മാറും. ഇവിടെ യോദ്ധ്രിയാണ് സ്ത്രീലിംഗ ശബ്ദമായി വരുന്നത്. അടുത്ത ചോദ്യം, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ. വിപ്പാസു, ഫി ദൃക്ഷു, ബുഭുക്ഷു, മുമുക്ഷു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബുഭുക്ഷു ആണ് എന്തേ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ. കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപാസു. മോക്ഷം ആഗ്രഹിക്കുന്നവനാണ് മുമുക്ഷു ആയി വരുന്നത്. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാരാണ്? ബുഭുക്ഷു ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തത് പ്രീവിയസ് ക്വസ്റ്റിനെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട കുറിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ പഠിച്ചത്.